ഹലോ, ഞാൻ സുധീഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് പുതുച്ചേരി വൈറ്റ് മൗണ്ടിലാണ് ഉള്ളത്. എന്താ പറയുക കേട്ടോ, ഒരു ഫ്രാൻസിൽ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു രാജ്യത്ത് സ്ട്രീറ്റിലൂടെ പോകുന്നതാണൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ വീടുകളായാലും ഈ ബിൽഡിങ്സ് എല്ലാം ആയാലും അങ്ങനത്തെ പ്രത്യേക ഈ ബിൽഡിംഗ് ആണ് കേട്ടോ, അരവിന്ദാശ്രമം. നമ്മൾ പുതുച്ചേരിയിലെ വൈറ്റ് മൗണ്ട് എന്ന് പറഞ്ഞൊരു ടൗണിലാണ് ഉള്ളത് കേട്ടോ. ഇവിടെ ഫ്രാൻസിലെ അതേ കണക്കത്തെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത് ഈ ബിൽഡിങ്ങിനൊക്കെ. എന്നാൽ നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇവിടെ 1954 വരെയും ഫ്രഞ്ചുകാരായിരുന്നു ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബിൽഡിംഗ് ഇവിടെ ഇപ്പോഴും അതേ കണക്കത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഫ്രഞ്ചുകാർക്ക് ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. ആ സംസ്കാരം ഇപ്പോഴും തുടരുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഈ വൈറ്റ് മൗണ്ട് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം. ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ, നമ്മളൊരു യൂറോപ്യൻ സ്റ്റൈലിലൊക്കെ ഉള്ളത്. എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഈ സ്ഥലത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഫീല്? വേറെ ഏതോ ഒരു രാജ്യത്ത് നിൽക്കുന്നല്ലേ? ആ, അതാണ്. നമ്മളിപ്പോൾ രാവിലെ വന്നേക്കുന്നത് കേട്ടോ. കുറച്ച് പേര് ഇവിടെ ബാഡ്മിൻ്റൺ ഒക്കെ കളിക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് മൗണ്ട് റെസിഡൻസി ഏരിയയിൽ നടന്ന് ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി ഈ ബീച്ചിൽ വന്നിരുന്നു. അപ്പോൾ നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല കളർഫുള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾ രാവിലെ അതേ സ്ഥലത്ത് ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് പേര് വാക്കിങ്ങിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ മോർണിംഗ്. ഇവിടുത്തെ ഈ മതിലുകൾ പോലും കണ്ടോ, ഒരു വിദേശ രാജ്യത്തെ ഒരു ലുക്കല്ലേ, ആ പെയിൻറ്റിങ്ങിലായാലും ആ കൺസ്ട്രക്ഷനിലായാലും. ആഹാ ഉണ്ടോ, ഇത് പബ്ലിക്കായിട്ടുള്ളൊരു എക്സസൈസൊക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്. നമുക്ക് കടലൊന്ന് കാണാം കേട്ടോ. കടലിൻ്റെ അടുത്തോട്ട് പോവാം. ആഹാ, അതാണ്ടേ നമ്മൾ കടലിൻ്റെ അടുത്തെത്തി. കടൽക്കരയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കണ്ടില്ലേ ഈ കടലിൻ്റെ ഈ ബീച്ച് ഏരിയ നിങ്ങൾ കണ്ടത്? ഇതാ ഏതൊരു ഫോറിൻ്റെ അകത്തേക്കുന്ന ഒരു ലുക്കില്ലേ, അതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയായിട്ട് തന്നെ തോന്നിയത്. ഇവിടെ അത് മാത്രമല്ല കേട്ടോ, ഇപ്പോഴും ഫ്രഞ്ചുകാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റിലൊക്കെ അവരെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേര്. ഇതൊരു വാർ മെമ്മോറിയലാണ് കേട്ടോ. ഈ ബീച്ചിൻ്റെ കരയോട് ചേർന്ന് തന്നെയുള്ളത് ആണ് കേട്ടോ. അതിൻ്റെ അടുത്തൂടെ തന്നെ ഇത് വാക്കിംഗ് സ്ട്രീറ്റ് പോകുന്നത് കേട്ടോ.
ഈ വാക്കിംഗ് സ്ട്രീറ്റ് ഇല്ലേ നമ്മൾ വേറെയുള്ള സ്ഥലങ്ങളിലെ ഒരു ഫീലിംഗ് അല്ല. കാര്യം ഇവിടെ ശരിക്കും നമുക്ക് തോന്നും ഒരു ഫോറിൻ കൺട്രി കൂടെ നടക്കുമെന്ന് കേട്ടോ. അങ്ങനത്തെ ഒരു ഫീലാണ് ഈ ബീച്ചിനോട് ചേർന്നുള്ള വാക്കിംഗ് സ്ട്രീറ്റ് കൂടെ നടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ മതിലിലെ ചിത്രം കണ്ട നല്ല രസമുണ്ട് കേട്ടോ. ആണ് എവരിബഡി ഈസ് അറ്റ് ഹോം ഇൻ പോണ്ടി. എല്ലാവർക്കും വീടാണെന്ന് പോണ്ടി. കൊള്ളാം. ഞാൻ ഈ ബിൽഡിങ്ങുകൾ എടുക്കുന്നത് എന്താണെന്ന് അറിയോ? നമ്മൾ സാധാരണ അങ്ങനെ എല്ലായിടത്തും കാണാൻ കഴിയുന്ന ടൈപ്പ് പെയിൻറ്റിങ് ഒന്നും അല്ല കേട്ടോ ഇവിടെ. നമ്മുടെ ബീച്ചിലൂടെ കുറേ ദൂരം നടന്നു കഴിയുമ്പോഴേ ഇവിടെ ഒരു ഗാന്ധി പ്രതിമ കാണാം കേട്ടോ. കുറേ ദൂരം ഇങ്ങനെ നടന്ന് എനിക്കൊന്ന് ഈ ബീച്ചിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ ഈ ചുവപ്പ് തൊപ്പിയും ഒരു വെള്ള ഷർട്ടും പാൻറ്റും ഇട്ടിരിക്കുന്ന പുള്ളിയെ കണ്ടോ. എനിക്കൊന്ന് ഇവിടുത്തെ ടൂറിസം പോലീസാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഈ ബീച്ചിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട് അവരെ. ഗാന്ധി കണ്ടില്ലേ? നടപ്പാത സൈഡിൽ നിൽക്കുന്ന തെങ്ങിൻ്റെ ഇടയിൽ കൂടെ അവിടുത്തെ ആ ബിൽഡിങ്ങൊക്കെ കണ്ടില്ലേ? ഒരു നല്ലൊരു ഭംഗി തോന്നില്ലേ? ശരിക്കും ഒരു യൂറോപ്യൻ സ്ഥലം തന്നെ കേട്ടോ ഇത്. ഈ പോണ്ടിച്ചേരിയിലെ ഈ വൈറ്റ് മൗണ്ട് ഏരിയ ഞാൻ കണ്ടെടുത്തോളം നല്ല എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ നടക്കാനൊരു രസം കേട്ടോ. ബീച്ച് ഏരിയ മാത്രമല്ല, അല്ലാതുള്ള സ്ഥലങ്ങളായാലും നല്ല രസമുണ്ട് നടക്കാൻ. ആ മനോജ് മിനു ഇത് കണ്ടില്ലേ? കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അങ്ങ് ദൂരെ ഒരു കടൽപ്പാലം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട ഒരു വര കണക്ക് കടലിൻ്റെ നടുക്കോട്ട് കണ്ടില്ലേ? അത് കടൽപ്പാലം കേട്ടോ. നമുക്ക് അവിടം വരെ നടന്നു പോകാൻ പറ്റുമെങ്കിൽ അവിടം വരെ പോകാം കേട്ടോ. അതിൻ്റെ വിഷ്വൽസും കൂടി നമുക്ക് എടുക്കാം. നമ്മൾ ഇത്രയും കൂടി ആ കടൽപ്പാലത്തിന് ക്ലോസ് ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ വരെ നടന്നു പോകാം കേട്ടോ. അവിടെ പോയിട്ട് അവിടുന്ന് അടുത്ത് നിന്നുള്ള വിഷ്വൽസൊക്കെ എടുക്കാം. ഇന്നലെ രാത്രി നമ്മളിതാ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത ഈ ഒരു ഏരിയയിലായിരുന്നു കേട്ടോ. ഇവിടെ വന്ന ഇന്നലത്തെ വീഡിയോയുടെ ലാസ്റ്റ് ഇതൊക്കെ പറഞ്ഞ് നിർത്തിയത്. ഇതാ ബിനുവും മനോജും ചായ മേടിക്കുക കേട്ടോ. എനിക്കും കൂടി ഒരു ചായ. കടൽപ്പാലത്തിന് മുകളിൽ കൂടെ പോകാൻ പറ്റുമെന്ന് അറിയാൻ പറ്റാ. നമുക്ക് പോയി നോക്കാം. ഇതാണ് ഈ പാലത്തിൻ്റെ വ്യൂ. കൊള്ളാമല്ലേ? ഇതാ കടൽപ്പാലത്തിന് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ അതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസ് ഒന്നും അങ്ങനെ കാണുന്നില്ല. നമുക്ക് തൽക്കാലം അതിൻ്റെ വളരെ അടുത്ത് പോയി എന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ താഴെ കുറച്ച് വള്ളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മീൻ പിടിക്കാൻ പോകുന്നവരെ ഇതാണ് ഇതിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ച ഇതാ കേട്ടോ. ഈ കടൽപ്പാലത്തിൻ്റെ
പിന്നെ മുകളിൽ കുറച്ച് പേരൊക്കെ പോകുന്നു, പക്ഷേ എവിടെ എൻട്രൻസ് അറിയാൻ പറ്റും. നമുക്ക് എന്തായാലും എൻട്രൻസ് കാണാൻ പറ്റുന്നില്ല ഇവിടുന്ന്. ഇതാണ് പോണ്ടിച്ചേരി ബീച്ച്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ലുക്ക്. നമ്മൾ ഈ കടൽപ്പാലത്തിൻ്റെ ഇത്രയും അടുത്തായിട്ട് വരാൻ പറ്റും കേട്ടോ. അതിൻ്റെ താഴോട്ടൊക്കെ പോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ പോകാനുള്ള എൻട്രൻസ് കാണുന്നില്ല, ഇവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. നമ്മൾ തൽക്കാലം മുകളിലോട്ട് പോകുന്നില്ല. നമുക്ക് വീണ്ടും ബീച്ചിലൂടെ കുറച്ച് ദൂരം കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം കേട്ടോ, പ്രാദേശികമായിട്ടൊക്കെ തന്നെ വിദേശികളായാലും എല്ലാം വരുന്ന സ്ഥലമാണ്. നമ്മളെന്തായാലും കടൽപ്പാലം കണ്ടതല്ലേ, അതിൻ്റെ മുകളിൽ കുറച്ച് പേര് നിൽക്കുന്നതും കണ്ട്. എന്തായാലും അതിൻ്റെ മുകളിൽ കയറാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. അങ്ങോട്ടൊന്ന് പോയി അതിൻ്റെ കാഴ്ചയൊക്കെ ഒന്ന് കാണാം. ഇതാണ് കേട്ടോ കടൽപ്പാലത്തിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഇങ്ങനെ അടച്ചിട്ടേക്കുന്നതായിട്ടാണ് തോന്നി, പക്ഷേ തുറന്ന് കയറാം. നമ്മൾ കടൽപ്പാലത്തിൻ്റെ മുകളിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. ആ കാണുന്ന പാറക്കല്ലില്ലേ, അവിടെയാണ് ഞാൻ മുമ്പ് നിന്ന് നിങ്ങളെ അടുത്താന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്ത് കാണിച്ചു തന്നത്. ഈ പാലം ഈ പാറയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ പാലം ഷൂട്ട് ചെയ്തത്. അവിടെ കുറേ ആൾക്കാർ നിൽപ്പുണ്ട് ആ പാലം. ഇതാണ് ആ ബീച്ചിൻ്റെ മറു സൈഡ്, കണ്ടില്ലേ, മൊത്തം പാറക്കല്ലിങ്ങനെ ഇട്ടേക്കുക. അവിടെ ഒരു ലൈറ്റ് ഹൗസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് ഹൗസ് നമുക്ക് കാണാം ഇവിടെ. നമ്മൾ ഈ ബീച്ചിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഈ ലൈറ്റ് ഹൗസിൽ പെർമിഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയി ലൈറ്റ് ഹൗസിൽ നിന്നുള്ള വ്യൂ കൂടി നമുക്ക് നോക്കാം. ഈ കടലിൻ്റെ നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നും കൂടി പോണ്ടിച്ചേരി ബീച്ചൊക്കെ പോയി ഒന്ന് കാണാം. ഞാൻ കടൽപ്പാലത്തിലോട്ട് കയറണ്ടെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ നമ്മളെ ബിനുവും കട്ടിയും കൂടിയാണ് പറഞ്ഞത്, ഇല്ല ഇവിടം വരെ വന്നതല്ലേ, നമ്മൾ മലയാളികൾ പൊളിയല്ലേ, കയറി കണ്ടിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ല ഇവിടെ വേറൊന്നല്ല, നല്ല കാറ്റുണ്ട് കേട്ടോ, കടലിൽ നിന്ന് അടിക്കുന്ന നല്ല കാറ്റുണ്ട്. അതേപോലെ ആ ബീച്ചിൻ്റെ ശരിയായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. കടൽപ്പാലത്തിൽ നിന്നുള്ള വ്യൂ കേട്ടോ പോണ്ടിച്ചേരി ബീച്ചിൻ്റെ, കണ്ടോ, നല്ല രസമല്ലേ. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്കുതാ, അടിപൊളി കണ്ട കണ്ട, വാ നല്ല ലുക്ക് ഉണ്ടല്ലേ, അടിപൊളി ലുക്ക്. സത്യം എന്താ, ഈ പാലത്തിൽ നിന്ന് പോലും നമ്മൾ ഇതാ കണ്ടില്ലേ കടല്, നമ്മൾ ആ ബീച്ച് ഏരിയ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഏതോ ഒരു വിദേശ രാജ്യത്ത്, ഏതോ ഒരു യൂറോപ്യൻ കൺട്രിയാണെന്നുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നത് കേട്ടോ. ഈ പാലത്തിൻ്റെ എൻഡിലായിട്ട് കുറച്ച് അണ്ണന്മാർ നിന്ന് വല വീശി മീനൊക്കെ പിടിക്കുന്നുണ്ട്. ബീച്ചിൽ കൂടെ ഉള്ള നടത്തമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വീണ്ടും വൈറ്റ് മൗണ്ടിലെ റെസിഡൻസി ഏരിയയിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം റെസിഡൻസി ഏരിയയിൽ എന്തൊക്കെ കാഴ്ചകളാണ് അതൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന കുറച്ച് ദൂരമാണ് കേട്ടോ, അങ്ങോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നടന്നു പോകുന്ന ഇരുവശങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, വീടുകൾ, എൻ്റെ സ്ട്രെച്ചറൊക്കെ കണ്ടില്ലേ. നമ്മൾ അവിടെ കാണുന്ന ഒരു സ്കൂളാണ് കേട്ടോ. സ്കൂളിലേക്ക് രാവിലെ ഇതാ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ, വിദ്യാർത്ഥികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുക സ്കൂളിൽ. ഈ കാണുന്നത് ഈ സ്ട്രീറ്റിലെ ഒരു ചർച്ചാണ് കേട്ടോ, ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്.
അവിടുത്തെ ബോർഡിൽ കണ്ടോ എഴുതിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫ്രഞ്ചാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? ഇവിടെ ഈ സ്ട്രീറ്റിൻ്റെയൊക്കെ പേരുകൾ മിക്കയിടത്തും എഴുതി വെച്ചിരിക്കുന്നത് ഇത് കണക്ക് ഫ്രഞ്ചിൽ തന്നെയാണ് കേട്ടോ. ഇതൊരു കഫേ ഷോപ്പാണ് കേട്ടോ. കണ്ടില്ലേ? കഫേ എക്സ്പ്രസ് എന്ന് എഴുതി. കഫേ ഷോപ്പിൻ്റെ പുറത്തങ്ങനെ അധികം ക്രൗഡൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അകത്ത് ഒരുപാട് പേര് ഇപ്പോൾ ഇരിപ്പുണ്ട് അവിടെ. ഇതാ ഇവിടെ ഒരു ബോർഡുണ്ട് നീല കളറിൽ. കണ്ട എല്ലാം കണ്ട തമിഴിലും ഫ്രഞ്ചിലും എഴുതിയേക്കുന്നത്. ഇവിടെ ഇങ്ങനെ മിക്ക സ്ഥലത്തിൻ്റെയും പേര് എഴുതിയിരിക്കുന്നത് ഫ്രഞ്ചിലാണ് കേട്ടോ. സ്ട്രീറ്റ് നെയിം ആയാലും എല്ലാ ബോർഡുകളും വെച്ചേക്കുന്നത് ഫ്രഞ്ചിലാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഫ്രഞ്ചുകാരുടെ ഒരു എന്താ പറയുന്നത്, ഫ്രഞ്ച് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇവിടെ. ഇത് ഇവിടുത്തെ പോലീസ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ്. പക്ഷെ ഇപ്പോൾ അടച്ചിട്ടേക്ക് കേട്ടോ. ഓ, ഇത് ഇവിടുത്തെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ. വാ, ഇതും ഒരു ഫ്രഞ്ച് രീതിയിലെ കൺസ്ട്രക്ഷൻ തന്നെയാണ്. ആഹാ, പഴയ കാലത്ത് 2 പീരങ്കികളൊക്കെ കാണാം ഇവിടെ കേട്ടോ. ഇതാണ്ടല്ലോ ഒരു ഗോൾഡൻ കളറിൽ. ഇവിടുത്തെ വഴികളിൽ കൂടെ നടക്കുമ്പോഴേ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. ഭയങ്കര ക്രൗഡൊന്നും ഇല്ല. അതേപോലെ തന്നെ വലിയ ബഹളമോ ഒച്ചയൊന്നും കേൾക്കാനൊന്നും ഇല്ല കേട്ടോ. നമ്മളെ വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെ ഒരു സൈലൻറ്റ്, അവിടുത്തെ സ്ട്രീറ്റുകളിൽ ഇങ്ങനെ അതേപോലെ തന്നെ വലിയ ക്രൗഡൊന്നും ഇല്ലാത്ത ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. കാം ക്വയറ്റാണ്. പോസ്റ്റ് ഓഫീസാണ് കേട്ടോ ഇവിടുത്തെ. പോസ്റ്റ് ഓഫീസിൻ്റെ പേരും ഒരു നീല ബോർഡിൽ ഫ്രഞ്ചിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ വൈറ്റ് മൗണ്ടൻ ബീച്ചും പിന്നെ വൈറ്റ് മൗണ്ടൻ സ്ട്രീറ്റിലും റെസിഡൻസി ഏരിയയിലും എല്ലാം കറങ്ങി നടന്ന് കണ്ട് ഭയങ്കര ക്വയറ്റായിട്ട് കാമായിട്ടുള്ളൊരു സ്ഥലം. ബീച്ച് ഏരിയ നല്ല മനോഹരമായിരുന്നു. അവിടുത്തെ കടൽപ്പാലമൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് മൗണ്ടനിൽ നിന്ന് പോണ്ടിച്ചേരിയിലെ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ തുടർന്നും നമുക്ക് ഇന്നത്തെ നമ്മളെ തുടർന്നുള്ള കാഴ്ചകളെല്ലാം പോണ്ടിച്ചേരിയിലാണ്. ഇവിടുത്തെ ഒരു കോവിലാണ് കേട്ടോ. ഇത് ഏത് കോവിലാണ് നമുക്ക് അകത്തോട്ട് ചെല്ലുമ്പോൾ അറിയാം. താമര വിനായകർ ദേവസ്ഥാനം കേട്ടോ. ഇത് അടുത്തൊരു ക്ഷേത്രം. ഇവിടുത്തെ ഈ സ്ട്രീറ്റിലെ വിനായക ക്ഷേത്രമാണ് കേട്ടോ. നല്ല അടിപൊളി ക്ഷേത്രം. നമ്മൾ ബീച്ചിൽ നിന്നപ്പോൾ കണ്ട ലൈറ്റ് ഹൗസിലോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. ബീച്ചിൽ വെച്ച് കണ്ട ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തി കേട്ടോ. പക്ഷേ ഇപ്പോൾ അവിടെ അകത്തോട്ട് പെർമിഷൻ ഇല്ല കയറാൻ. അപ്പം നമ്മൾ ആ ലൈറ്റ് ഹൗസിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആഗ്രഹിച്ചു, അവിടം വരെ വന്നു. ഇതാണ് നമ്മൾ ബീച്ചിൽ നിന്ന് കണ്ട ലൈറ്റ് ഹൗസ്. പക്ഷേ നമുക്ക് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് കയറാൻ അവസരം കിട്ടിയില്ല അതിന് ഉള്ളിലേക്ക്.
അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉപ്പളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരിക. അവിടെ വന്നിട്ട് ചോദിച്ചാൽ കറക്റ്റായിട്ട് ആർക്ക് ചോദിച്ചാലും പറഞ്ഞു തരുന്നതായിരിക്കും ഇങ്ങോട്ടുള്ള വഴി. വലിയ ദൂരമില്ല. അപ്പം നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തുടങ്ങുക. ആ ലൈറ്റ് ഹൗസിന് പുറകിലായിട്ടുള്ളൊരു ബീച്ച് ഏരിയയാണ് കേട്ടോ, കടപ്പുറം ഏരിയ. നമ്മൾ കളിയുണ്ട് കേട്ടോ, കാലുകൊണ്ട് അവരെ അടിക്കുന്ന കേട്ടോ ബോള്. മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എടുത്ത കേട്ടോ. ഇതൊരു ടൂർണമെൻറ്റ് നടക്കുക. കളി കണ്ടില്ലേ? അത് ആദ്യമായിട്ടാണ് കേട്ടോ നേരി കാണുന്നത്. അത് കണ്ടുകൊണ്ട് അങ്ങനെ നമ്മൾ എടുത്ത കേട്ടോ ഇവിടുത്തെ ഒരു വീഡിയോ. കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, മുമ്പ് കണ്ടിട്ടില്ല. ഇത് പോണ്ടി മറീന എക്കോ ബീച്ച് എന്നാണ് ഈ ബീച്ചിൻ്റെ പേര് കേട്ടോ. നമ്മളെ ലൈറ്റ് ഹൗസിന് തൊട്ടടുത്ത് തന്നെ കേട്ടോ, പോണ്ടി മറീന എക്കോ ബീച്ച്. ഇവിടവും കൊള്ളാം കാണാൻ കേട്ടോ, നല്ലൊരു ബീച്ചാണ് കേട്ടോ വരാൻ. നമ്മളപ്പോൾ പോണ്ടി ഇക്കോ മറീന ബീച്ചിൻ്റെ അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഇനി നമ്മൾ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോവില്ലയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു യൂണിവേഴ്സൽ പ്ലേസ് ആണ് ഈ ഓരോവില്ല്. ലോകത്ത് എവിടെയുള്ള ആൾക്കും വന്ന് താമസിക്കാം. അതേപോലെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ആർക്കും വന്ന് താമസിക്കാവുന്ന ഒരിടമാണ് അവിടെ. കറൻസി ആവശ്യമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഓരോവില്ലയിലെ കാഴ്ചകൾ കാണാനായിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി, നമുക്ക് നോക്കാം. ഒരു വില്ലേജ് പ്ലേസ് ആണ് കേട്ടോ ഈ ഓരോവില്ല്. കണ്ടില്ലേ, ചെറിയ ചെറിയ വീടുകളും റോഡിൻ്റെ ചെറിയൊരു റോഡാണ്. ആ റോഡിൻ്റെ രണ്ട് സൈഡിലും വീടുകളാണ് കേട്ടോ. പാർക്കിംഗ് ഏരിയയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. പാർക്കിംഗ് എത്തി. ഇവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. $20 100 ഇങ്ങോട്ട് ഓക്കെ, താങ്ക് യു. നമ്മൾ ഓരോവില്ലെ പാർക്കിംഗ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്യുന്നതിന് 100 രൂപയാണ് അവർക്ക് ഫീസ് വാങ്ങിച്ചിരിക്കുന്നത്. ഓരോവില്ലയിലോട്ട് എൻട്രൻസ് ചെയ്തിട്ടുണ്ട് നമ്മളകത്തോട്ട്. ഇനി ഇങ്ങനെ നടക്കാനുള്ള ഇത് തന്നെ കേട്ടോ മൊത്തത്തിൽ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക നമ്മൾ. ചെറിയൊരു ഫുട്പാത്ത് ഉണ്ട്, അതിൽ കൂടി ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ തടാകം കണക്കൊക്കെ കാണാനുണ്ട് കേട്ടോ. ഇതാ കണ്ട പറയില്ലേ. ആ
ഇവിടെ നല്ലൊരു മുളക്കൂട്ടം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പാസ് കിട്ടും കേട്ടോ. ഇവിടുന്ന് ഒരു പാസ് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. നമ്മൾ മാതൃമന്ദിർ വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വഴി ഇങ്ങനെ നടന്നു പോവുക ആണ് അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു. കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാണെന്ന് കേട്ടോ. എല്ലാം മരങ്ങൾക്കിടയിലൂടെയുള്ള ഒരു വാക്കിംഗ് ആണ് കേട്ടോ. കുറേ ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെ കണ്ടില്ലേ, അത് കണക്കുള്ള ഒരു പാതയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാണാനുള്ള കാഴ്ചകളൊക്കെ എത്തുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. അതല്ലാതെ ആ കണ്ട കണക്ക് തന്നെ മരങ്ങൾക്കിടയിലൂടെയുള്ള ഇങ്ങനൊരു യാത്ര. ഇതാ കണ്ടില്ലേ, എൻ്റെ പുറകിൽ നമ്മളെ ഫ്രണ്ട്സ് നടന്നു വരുന്നുണ്ട്. എന്തെങ്കിലും പറയണ്ട അവന്മാർ നടന്ന് ക്ഷീണിച്ചെന്ന് തോന്നുന്നു കേട്ടോ. നടത്തയോട് നടത്തേന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളൊരു മരം കണ്ടു കേട്ടോ. ആ മരത്തിന് ഒരു മരമല്ല, ഒരുപാട് മരങ്ങൾ നിൽക്കുന്നതായിട്ടാണ് തോന്നിയത്. പക്ഷെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അത് ഒരു മരത്തിൽ നിന്ന് തന്നെയുള്ള വേരുകളാണ് താഴോട്ട് വന്നിങ്ങനെ ഉറച്ചിരിക്കുക കേട്ടോ. കണ്ട ഒരുപാട് മരങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. അത് കണ്ടില്ലേ, കണ്ടതൊന്നും ഒരുപാട് മരമാണ്. ഇത് ഒരു മരത്തിൻ്റെ വേരുകളാണ് കേട്ടോ, താഴോട്ട് വന്നിങ്ങനെ ഉറച്ചിരിക്കുക. അപ്പോൾ ഇത്രയും വലിയ ഇങ്ങനെ കണ്ടിട്ടില്ല മുമ്പ്. ആദ്യം വലിയ മരങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു മരത്തിൽ നിന്ന് തന്നെ പല വേരുകൾ വന്നിങ്ങനെ ഒരത്ഭുതം തന്നെ കേട്ടോ. നല്ലൊരു ഹട്ട് കാണും ഇവിടെ കേട്ടോ. കണ്ടോ, നല്ലൊരു ഹട്ട്.
ഇവിടെ ഈ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുന്ന രീതി കേട്ടോ ഇവിടെ കാണിച്ചേക്കുന്നതെല്ലാം. ഇതാണ് ആ മന്ദിരത്തിൻ്റെ ഒരു വ്യൂ കേട്ടോ. നമ്മൾ നടന്നു വന്ന് കാണാൻ വന്ന ഇതാണ്. ഈ മന്ദിരം കാണാൻ വേണ്ടിയാണ് അവിടെ ഇവിടെ വരെ നടന്നു വന്നത്. ഇപ്പോൾ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ പുറകിൽ ഇപ്പോൾ കാണാമല്ലേ അത്. കുറേ പേര് ഇവിടെ നല്ല ധ്യാനത്തിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ അവരെയൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ തിരിച്ച് വന്നത്രയും ദൂരം നടക്കണം. എന്താ ഈ സ്ഥലത്തില്ലേ അധികം നോയ്സ് പാടില്ലെന്ന് ഒരു സൈൻ തന്നെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, ഒരു തടിയിൽ. ഇവിടെ അധികം നോയ്സ് പാടില്ലെന്നുള്ള. അപ്പം നമ്മളധികം ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം നമ്മളിനി തിരിച്ച് നടക്കുകയാണ് കേട്ടോ വന്നിടത്തേക്ക്. നമ്മളവിടെ ഒരു ഗ്ലോബ് കണ്ടില്ലേ, ആ ഗ്ലോബാണ് നമ്മൾ കാണാൻ പോയത്. അതാണ് മന്ദിരം. ഇവിടുത്തെ മെഡിറ്റേഷനാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത്. ഇതൊരു 5000 ഏക്കറിനകത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിനകത്ത് പല ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, പല ജാതി മതസ്ഥർ, അങ്ങനെയുണ്ട്. എല്ലാവരും അവരുടെ ജോലി കാര്യങ്ങൾ ചെയ്തിങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. മെഡിറ്റേഷനാണ് ഇവിടുത്തെ മെയിൻ. നമ്മൾ കണ്ടില്ല, അതാണ് ഇവിടുത്തെ പ്രധാന ഇത്. ആ ഗ്ലോബാണ്. നമ്മൾ ഓറോവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇതാ പുറത്തിറങ്ങി. അപ്പോൾ ലോകത്തൊരു യൂണിവേഴ്സൽ പ്ലേസ് ആണ് ഈ ഓറോവിൽ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, നടന്ന് കണ്ടില്ല, അതൊക്കെ തന്നെ. അതിൽ കൂടുതൽ എന്ത് വിശദീകരിക്കാനാണ്. അവിടെ നാച്ചുറലായിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ട് ആ പുറത്ത് വന്നു. ഇനിയിപ്പം പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നില്ല, കണ്ടല്ലോ, ഒരുപാട് ദൂരം നടന്നിങ്ങനെ കണ്ടു. അവസാനം ആ ഗ്ലോബ് കണ്ടു. ആ ഗ്ലോബാണ് ഇവിടുത്തെ മെയിൻ മന്ദിർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയായി, ഓറോവിലിൽ നിന്ന് ഇറങ്ങി നേരെ ചെന്നൈയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയിലെ കാഴ്ചകൾ കാണാം. നമ്മൾ ചെന്നൈയിലോട്ടുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ ഹൈവേ കൂടി ഇങ്ങനെ പോയപ്പോഴേ ഒരു ഉപ്പുപാടം കണക്കൊരു സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ അത് ഉപ്പ് തന്നെ ആണോ അതെന്താണെന്ന് നമുക്ക് നോക്കാം, അതിനുവേണ്ടി ഇറങ്ങിയതാണ്. അത് ഉപ്പൊക്കെ ആണെങ്കിൽ നല്ലല്ലേ, നമുക്ക് ഇങ്ങനെയുള്ളതൊന്നും നാട്ടിൽ കാണാൻ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് നോക്കാം നമുക്ക്. ഉപ്പ് തന്നെ ആണെന്നാണ് കണ്ടിട്ട്. നല്ല വെള്ളക്കല്ലെല്ലാം അവിടെ ഇരിക്കുന്നത്. എന്നാ ഉപ്പാ ഉപ്പാ ഓ പാക്ക മുടിയുമോ? ഓക്കെ, അത് ഉപ്പ് തന്നെ കേട്ടോ. നമ്മള് ഉപ്പ് തന്നെ. പാകട്ടമാ. ആ ഇത് ഉപ്പുപാടം കേട്ടോ. ഈ കാണുന്ന എല്ലാം ഉപ്പുപാടം കേട്ടോ. ഓരോ ട്രേ കണക്കിങ്ങനെ ചെയ്തിട്ടേക്കുക. അതിനകത്തുള്ള ഉപ്പ് വെള്ളം കേട്ടോ. അത് ഡ്രൈ ആക്കിയിട്ടാണ് ഒരു ഉപ്പാക്കുന്നത്. അവിടെ ഒരു നീല ഷീറ്റിട്ട് മൂടിയേക്കുന്ന കണ്ടില്ലേ, അത് ഉപ്പാണ് കേട്ടോ. ഇവിടുത്തെ ഉപ്പുപാടത്തിലെ ഉപ്പ് ഇങ്ങനെ കൂട്ടിയിട്ട് ഇനി ഇതെന്തൊക്കെ പ്രോസസ്സിങ് വേണ്ടതാണ് പാക്കറ്റുകളിലാക്കി നമുക്ക് കിട്ടുന്നത്. നോക്കാം നമുക്ക്. ഉപ്പാണ് കേട്ടോ. നമുക്ക് ഈ ഉപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ശരിക്കും നല്ല ഉപ്പ് കട്ടിയായിട്ടിരിക്കുക കേട്ടോ. നമ്മൾ ഒരു ചെറിയൊരു പീസ് എടുത്ത് കേട്ടോ. നല്ല സൂപ്പർ ഉപ്പ്. ഇത് എന്തൊക്കെ പ്രോസസ്സിങ് ആയാണ് പാക്കറ്റുകളിലാക്കി നമുക്ക് കിട്ടുന്നത്. ഇത് നല്ല കട്ടിയായിട്ട് ഉടനെ അവിടെ കിടക്കുക കേട്ടോ ഉപ്പ്.
എനിക്ക് പിന്നിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു ട്രേ കണക്ക് ഇങ്ങനെ അടിക്ക ഒരു കട്ട കണക്ക് ഇങ്ങനെ പോയിരിക്കുന്നത്, അതിനകത്തെല്ലാം വെള്ളം ഇങ്ങനെ ശേഖരിച്ചിട്ടുണ്ട്. ഇതാണ് പിന്നീട് ഉപ്പാക്കി ഒരു ഇതാണൊക്കെ കൂണിയാക്കി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കും. ഇതാ കണ്ടോ, ഇഷ്ടം പോലെ കിടക്കുന്നുണ്ടോ. കണ്ടോ, ഹൈവേ കൂടെ പോയപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എടുക്കാമെന്ന് കരുതി തന്നു. പക്ഷെ നല്ല അടിപൊളി കേട്ടോ. ഇതൊക്കെ നമുക്ക് അല്ലാതെ കാണാൻ കിട്ടത്തില്ലല്ലേ, നല്ല രസമുണ്ട്. ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് കിടക്കുന്നത് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരൊന്ന് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഈ വശത്ത് കിടക്കുന്ന വെള്ളം കണ്ടോ, അത് വെറും വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കുമല്ലേ. പക്ഷെ അത് അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന കണ്ടോ, അതോ അത് ഡ്രൈ ആയതാ ഉപ്പായി മാറിക്കൊണ്ടിരിക്കുക കണ്ടോ. കണ്ടോ, ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇഷ്ടംപോലെ ഒരു ഏരിയയിൽ ഇത് ഇങ്ങനെ ചെയ്തിട്ടേക്കുന്നത്, ഇഷ്ടംപോലെ. കരയിലോട്ട് ഇങ്ങനെ ഉപ്പ് കോരി വെച്ചേക്കുന്നുണ്ടല്ലേ. ഇതാ നല്ല പരലുപ്പ കേട്ടോ, അത് ഒന്നാന്തരം പരലുപ്പ. നമുക്ക് അടുത്തൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഒരു കായലാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ വെള്ളത്തിൽ കുറേ ചെറു വള്ളങ്ങളൊക്കെ കിടക്കുന്നു. എന്നിട്ട് ഒരു ഫാമിലി ഇങ്ങനെ ഒരു വെള്ളത്തിലിരുന്ന് ഈ വലയുടെ കുരു കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പം അതൊന്ന് പോയി എന്താണെന്ന് അറിയാമെന്ന് കരുതി ഒന്ന് ചോദിച്ചിട്ടല്ലോ എന്തുവാന്ന്. കണ്ടില്ലേ വള്ളം, ഒരു ഫാമിലി. എന്നാ മീൻ പിടിച്ചാതെ പിടിച്ച പോകാ. ഇതെന്നാ കായലാ അതോ കടലാ? കടലേ ഇത് വള്ളം ജോയിന്റ്. ஓ சரிண்ணா, அப்படி எங்கள் ஃபேமிலி இருக்குல்ல, பார்த்தப்போ வந்து பேசிட்டு போனேன். அவ்வளோ நான் சென்னைக்கு போயிட்டுருக்கு. தேங்க்ஸ் அண்ணா. കിടക്കാം. ഒരു കൊഞ്ചുണ്ട് കേട്ടോ അതിൽ, നല്ലൊരു കൊഞ്ച് കിടക്കും. എപ്പോൾ പോകണം മീൻ പിടിക്കാൻ? എപ്പോൾ പോകും? நைட்டுக்கா போகுது. இந்த வள்ளங்கள் எல்லாம் போய்டும் வாங்கி கிடக்குது. நைட்டு கிளம்பு. அப்படியா? ஓகேண்ணா, தேங்க்ஸ், ബൈ. ഇത് ഒരു കടൽ ജോയിന്റ് ആയിട്ട് വരുന്നൊരു സ്ഥലമാണ് അദ്ദേഹം പറഞ്ഞു കേട്ടോ. നല്ലൊരെണ്ണ കേട്ടോ, നല്ലൊരു ഫാമിലി, ക്യൂട്ട് ഫാമിലി. ആളുകളായിട്ടൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്നു. നമ്മളിപ്പോൾ ചെന്നൈയിലെ മഹാബലിപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ ഈ ശില്പങ്ങളൊക്കെ കൊത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് നോക്കാം, അവിടെ കയറി വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം.
എന്തായാലും അവർ കല്ലിൽ വിഗ്രഹങ്ങൾ പണിയുന്നത് കാണാൻ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ എല്ലാ ഭഗവാന്മാരെയും അവിടെ അവർ പണിയുന്നുണ്ട്. എല്ലാ ഭഗവാനെയും അവിടെ അവർ കല്ലുകളിൽ കൊത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരിടത്ത് വിഗ്രഹം ഉണ്ടാക്കുന്ന കണ്ടില്ലേ, അങ്ങനെ ഒരിടം അല്ല കേട്ടോ, ഈ ഏരിയ മൊത്തം അത് തന്നെ. നമുക്ക് നടന്നു പോകുന്ന വഴിയിലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കാണാം ഇവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എന്തും വേണ്ടി ശില്പങ്ങൾ ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ, ഇഷ്ടം പോലെ. ബിനുവിന് ഫ്രൂട്ട്സ് കഴിക്കാൻ പോകാം, അങ്ങനെ അവൻ പച്ചമാങ്ങ വാങ്ങിയ കേട്ടോ. ചേച്ചി ഇതെന്താ ചേച്ചി ആ ഗ്ലാസ്സിലിരിക്കുന്ന ഇത്? അമ്മപ്പഴം. നല്ല മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട നല്ല പച്ചമാങ്ങ കേട്ടോ ബിനു മേടിച്ചത്. അത് കൊള്ളാം, ഞങ്ങൾ കഴിച്ചുകൊണ്ട് തിരിച്ച് വണ്ടിയിലോട്ട് പോവുക. അപ്പോൾ ശില്പങ്ങളുടെ ഏരിയയിൽ നമ്മളെ ശില്പങ്ങളെയൊക്കെ അങ്ങനെ നല്ലോണം പകർത്താൻ പറ്റും. ഞങ്ങളിപ്പോൾ ഉള്ളത് ചെന്നൈയിൽ മഹാബലിപുരം എന്ന ഒരു സ്ഥലത്താണ്. മഹാബലിപുരത്താണ് ഇന്ന് രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ ഞങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി വരെ അവനെ കാത്തുകൂടെ നിൽക്കും. ഇന്ന് രാത്രി ഇവിടെ തന്നെ ചെന്നൈയിലാണ്, മഹാബലിപുരത്താണ്. അപ്പോൾ നാളെ രാവിലെ വീണ്ടും യാത്ര തുടരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകളെല്ലാം, യാത്രയിലെ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നല്ല കട്ട സപ്പോർട്ടാണ് ഞങ്ങളുടെ പവർ.